9 ടീം. കേരളത്തിൽ ഇതുവരെ കാണാത്തതുപോലെ, തൃശ്ശൂരിൻ്റെ നഗര കേന്ദ്രം ഇതുവരെ കാണാത്തതുപോലെ 9 ടീമിലായിട്ട് 459 പുലികൾ. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ ഒലക്കപ്പുറത്തുള്ള പുലി വരുന്നുണ്ട്. ഒലക്കപ്പുറം എത്രയോ കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ടാണ് തൃശ്ശൂർ. ഒലക്കപ്പുറം മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ഇത്തവണ അങ്ങനെയാണ്. അതിൻ്റെ 3 വയസ്സുകാരൻ മുതൽ 98 വയസ്സുകാരൻ വരെ. അതാണ് പ്രായ വ്യത്യാസം. ചില്ലറ കളിയല്ല. നഗരം യഥാർത്ഥത്തിൽ പുലി വരികയാണ്. രാവിലെ AK ശശീന്ദ്രൻ എന്നെ പുലിമടയിൽ കണ്ടു എന്നുള്ള വാർത്ത കേട്ട് വിളിച്ചു. RRT വിടണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മുടെ കയ്യിലുള്ള RRT ആണ് ഇതിൻ്റെ കാരണം. അപ്പോൾ സാധാരണ പുലിവാല് പിടിക്കുക, പുലി വരുന്നതൊക്കെ ആളുകൾ പേടിയാണ്. ഞാൻ ഇന്നലെ സീതാറാം മില്ലിൽ പോയപ്പോൾ അവരൊരു പുലിവാൽ ഘോഷയാത്ര. ഞാൻ പറഞ്ഞു പുലിവാല് പിടിക്കില്ല ദൈവമേ എന്ന് ആളുകൾ പ്രാർത്ഥിക്കുക. പുലിവാലും കൊണ്ടൊരു ഘോഷയാത്ര മാറുകയാണ്. പുലിക്കളി പുതിയ മുഖത്തിലും പുതിയ രൂപത്തിലും. 41 ദിവസക്കാലത്തെ ചാത്തുക്കുട്ടി ആശാന്റെ വ്രതത്തിൽ നിന്ന് ആരംഭിച്ച പാരമ്പര്യമുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇതുള്ളത്. ആധുനികതയും പഴമയും കൂടി ചേരുന്ന ഒരു മഹോത്സവമായിട്ട് തൃശ്ശൂരിൻ്റെ ഈ പുലിക്കളി മാറാൻ പോവാണ്. ന്യൂസ് മലയാളം നല്ലതുപോലെ രാവിലെ മുതൽ ഞങ്ങൾ കണ്ടു തുടങ്ങി. രാജമിനിസ്റ്റർ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഈ പുലി എന്തിങ്ങനെ തലേ കയറി പോയത്? പുലി മാത്രമല്ല, തൃശ്ശൂരാണ് തലേ കയറിയത്. പൂരത്തിന് നമ്മളുണ്ട്, ബോണ്ണത്തലയ്ക്ക് നമ്മളുണ്ട്, പുലിക്കളിക്ക് നമ്മളുണ്ട്. തൃശ്ശൂർ ഒരു സാംസ്കാരിക തലസ്ഥാനമല്ലേ, നമ്മുടെ സ്ഥിരകളിലോട്. അത് വേണ്ട, രാവിലെ അങ്ങോട്ട് വെച്ചു തുടങ്ങി. ചില്ലറ കളിയല്ല നമ്മളൊക്കെ പുതിയ ആൾക്കാരല്ല, കുറെ സ്റ്റെപ്പ് വെച്ചാളാ. പുതിയ സ്റ്റെപ്പുകാരല്ല, പലതരത്തിൽ വെച്ചിട്ടുണ്ട്, വെപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമ്മളെ പേടിക്കണം. പറഞ്ഞാൽ ഇന്ന് മണ്ണുത്തിയിലെ കുളത്തിൽ നിന്നാണ് സാധകം ചെയ്തതെന്നാണ് എന്റെ ധാരണ. 6 മണി തൊട്ട് വിളിച്ച പിന്നെ ആർപ്പുളിയാണ്. ഒരു നഗര പിതാവ് ഇങ്ങനെ ആർപ്പ് വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അല്ല സമ്മതിച്ചു. എന്റെ കൂടെ കാലത്ത് മുതൽ ആർപ്പ് വിളിക്കാൻ മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങളും കൂടും ഈ ആർപ്പ് വിളി കാണാൻ. ന്യൂസ് മലയാളം മാത്രമല്ല, കേരളം മുഴുവൻ കാത്തിരിക്കും. ഒരു മിനിസ്റ്ററോടൊപ്പം ഇരുന്ന് ആർപ്പ് വിളിക്കാൻ നിർത്തുന്നു. രാവിലെ തൊട്ടല്ല, ഇന്നലെ തൊട്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പറയരുത്. ഇത് കളക്ടർ പുലി, ഇത് മന്ത്രി പുലി, ഇത് മേയർ പുലി, കമ്മീഷണർ പുലി. ഈ കാണുന്നതൊക്കെ പുലികളാ. ഇപ്പൊ ഔദ്യോഗിക എല്ലാം പുലി. പഴയ കളിയല്ല, തൃശ്ശൂർ മാറി, പഴയ തൃശ്ശൂരല്ല. ഞാൻ ഒരു കാര്യം എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും. തൃശ്ശൂര് എന്തൊരു പിടുത്തമാ കഴിഞ്ഞ വർഷം പിടിച്ചു കളഞ്ഞ്. അത് പുലികളി. ഇപ്പൊ പോകുന്നതാലെ തൃശ്ശൂർ പൂരം, ഇത് മുഴുവൻ നിങ്ങളുടെ തൃശ്ശൂരേക്ക് കൊണ്ടുതന്നെയാണോ? അല്ല, ഒരു വലിയ സംഭവം. എല്ലാ സീസണിനും തൃശ്ശൂരിന് ആഘോഷമുണ്ട്. ആഘോഷത്തിന് വലിയ ജനാരവും. ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ, പുലിക്കളിയുടെ താളവിസ്മയം മാത്രമല്ല, വൈകുന്നേരം ഒരു 6:30 കാത്തിരിക്കുകയാണ്. ടേബിളോകൾ, ബോട്ടുകൾ ഒക്കെ വലിയ ലൈറ്റ് കമാനങ്ങളുടെ സാധനമാണ്. സാധാരണ നിനക്കറിയാലോ, ഇവിടെ നമ്മുടെ വെടിക്കെട്ടിനും കൊടമാറ്റത്തിനുമാണ് ഏറ്റവും കൂടുതൽ രഹസ്യം കാത്തുസൂക്ഷിക്കുന്നത്. വെടിക്കെട്ടിൽ എന്ത് പൊട്ടും എന്ന് പൊട്ടണ നേരത്തെ അറിയുള്ളൂ. കൊട എന്ത് മാറുമെന്ന് മാറുന്ന നേരത്തെ അറിയുള്ളൂ. അതിനേക്കാൾ അത്ഭുതമാണ് ഇത്തവണത്തെ പുലിക്കളി. രഹസ്യങ്ങൾ ഞാനും മേയറും കുറേശ്ശെ ചെകഞ്ഞെടുത്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് രഹസ്യം അട്ടിമറിക്കുന്ന മാധ്യമങ്ങൾക്ക് കിട്ടാത്ത പലതും ഇന്നിവിടെ പൊട്ടിക്കും. ഞങ്ങൾക്ക് കുറേശ്ശെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ തള്ളി പറഞ്ഞില്ല, എല്ലാം ഞങ്ങൾ ചോർച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകർ കണ്ണ് ചിമ്മാതെ ചായ കുടിക്കാൻ അടുക്കളയിൽ പോകാതെ വരുത്തി കഴിച്ച് കാണുകയാണ് നല്ലത്. എപ്പോഴും ഏതു മിനിറ്റിലും വിസ്മയം.